വെൽക്കം ടു എഡ്യൂ ഗാർഡൻ. ഈ വീഡിയോയിൽ നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു AI ടൂൾ ആണ് നോക്കുന്നത്. അതായത് പ്രോംപ്റ്റ് കൊടുക്കുന്നതനുസരിച്ച്, പ്രോംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ടൂൾസിനകത്ത് നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിനെ നമ്മൾ പ്രോംപ്റ്റ് എന്നാണ് പറയുക. കീവേഡ് കൊടുക്കുന്നതനുസരിച്ച് തന്നെ റിയൽ ടൈം ആയിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ് leonardo.ai എന്നാണ് ഈ ആപ്പിന്റെ പേര്. അതിന്റെ URL കണ്ട app.leonardo.ai എന്നാണ് ഇതിന്റെ URL വരുന്നത്. സോ ഇവിടെ നമുക്ക് കീവേഡ് കൊടുക്കാം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം March 13 ആണ്, നോൺ സ്മോക്കിംഗ് ഡേ ആണ്. അപ്പൊ അതിന്റെ ഒരു പോസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയാം. ക്രിയേറ്റ് കണ്ടോ പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഇമേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൻ ഇമേജ് ഫോർ awareness no smoking. Awareness of no smoking. Create an image about awareness of no smoking. നോക്കി എത്ര പെട്ടെന്നാണ് ഒരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടിയത്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ മുകളിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ക്യാപ്ഷനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? ആ ക്യാപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു AI ടൂൾ യൂസ് ചെയ്യാം. അത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. ChatGPT എടുത്ത് ഞാൻ പറയുകയാണ് ക്രിയേറ്റ് ആൻ അവേർനെസ് ഫേസ്ബുക്ക് പോസ്റ്റ് about no smoking day. ഓക്കെ, ഇത് നമ്മൾ ഈ പ്രോംപ്റ്റ് എൻ്റർ ചെയ്തു. കണ്ടോ, ഫേസ്ബുക്ക് പോസ്റ്റിന് അനുയോജ്യമായിട്ട് തന്നെയാണ് ChatGPT നമുക്കിത് ക്രിയേറ്റ് ചെയ്ത് തന്നേക്കുന്നത്. ഇമോജീസ് ഉണ്ട്, അതുപോലെ തന്നെ വിത്ത് ഹാഷ്ടാഗ് ഉൾപ്പെടെ ഉണ്ട്. ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി, നമുക്ക് ഇമേജ് നമ്മൾ AI കൊണ്ട് നിർമ്മിച്ചു. ഇനി നമുക്ക് പോസ്റ്റുമായി. ഇനി നമ്മുടെ ആ AI ഉണ്ടാക്കി തന്ന ഇമേജിനകത്ത് നമുക്ക് എന്തുണ്ടായിക്കൊള്ളാം, നമ്മുടെ ലോഗോയും കൂടെ ആഡ് ചെയ്യാം അല്ലേ? ലോഗോ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ക്യാൻവയിൽ കൊണ്ടുവന്നിട്ട് ലോഗോ ആഡ് ചെയ്യാം. ഇനി ക്യാൻവയിലേക്ക് ഞാൻ വരുവാണ്. ക്യാൻവ വന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ പേജിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ന്യൂ പേജ് വന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്ലോഡ്, ഇവിടെ അപ്ലോഡ് കൊടുക്കുക. ഇവിടെ വന്നതിന് ശേഷം ഡൗൺലോഡ്സിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ AI നിർമ്മിച്ച പോസ്റ്റർ നമുക്ക് ഇവിടെ ഉണ്ട്, അതെടുക്കുക. ഓക്കെ, നോക്കിയേ, വളരെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഇമേജ്. നമ്മൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് എത്ര സമയമായിരിക്കും എടുക്കുക. അത് നമ്മൾ അലൈൻ ചെയ്തു. ഇനി ഇവിടെ എൻ്റെ ലോഗോയും കൂടെ നമ്മളിത് വെക്കണം. അത് മുകളിൽ കിടക്കുന്ന ലോഗോ ഈ ക്യാൻവയിൽ അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കൃത്യം ആ പൊസിഷനിൽ തന്നെ വന്നോളും. അത് ക്യാൻവയുടെ ഒരു ഗുണമാണ്. ക്യാൻവ ട്യൂട്ടോറിയലിനകത്ത് നമ്മൾ ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. Ctrl+V, കണ്ടോ, ലോഗോയും ആയിട്ടുണ്ട്. കണ്ടോ, ഇത്ര ഭംഗിയുള്ള ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മിനിറ്റ്സ് മതി നമുക്ക്, വെറും 2-3 മിനിറ്റ്സ് മതി. സോ നമുക്ക് ഇമേജ് പോസ്റ്ററായി, അതുപോലെ തന്നെ ChatGPT എന്ന നമുക്ക് കണ്ടന്റും ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് നേരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് നമ്മുടെ ബിസിനസ് മാനേജർ അക്കൗണ്ട് വഴിയാണ്. ബിസിനസ് മാനേജർ അക്കൗണ്ടിൽ ഒരു ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ഇവിടുന്ന് ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ് നമ്മൾ എടുത്തു. ഇതിന്റെ വീഡിയോസ് നമുക്ക് ഫേസ്ബുക്ക് ട്യൂട്ടോറിയലിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെ വന്നതിന് ശേഷം ഓൾറെഡി നമ്മുടെ 2 പേജ് ഇവിടെ കണക്റ്റഡ് ആണ്, എഡ്യൂ ഗാർഡന്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും. ഓക്കെ, ഇവിടെ നമ്മൾ ആഡ് ഫോട്ടോ കൊടുക്കുകയാണ്. ആഡ് ഫോട്ടോ നമ്മുടെ ക്യാൻവയിൽ നിന്ന് ലോഗോ ഉൾപ്പെടെ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഞാനിവിടെ കൊടുക്കുകയാണ്. ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ChatGPTക്കകത്ത് നിർമ്മിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കണ്ടന്റ് അല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി. ChatGPTയിൽ എപ്പോഴും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ അത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട്.
കാര്യം ഒരു ചെറിയ മിസ്റ്റേക്സ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണമേ. ഫേസ്ബുക്ക് മാനേജറിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ കണ്ടന്റ് പേസ്റ്റ് ചെയ്തു. നോക്കൂ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് എത്ര സമയമാണ് എടുത്തത്? വെറും തുച്ഛമായിട്ടുള്ള സമയം കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് ഞാനിവിടെ പബ്ലിഷ് ചെയ്യുമ്പോൾ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും പോകുവാണ്. മാക്സിമം 5 മിനിറ്റ്സ്. ഓക്കെ, ഞാനിപ്പോൾ വീഡിയോയും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഒന്ന് താമസിച്ചത്. അല്ലെങ്കിൽ പടപടപടാന്ന് പറഞ്ഞ് ചെയ്യാവുന്ന കാര്യമാണ്. പബ്ലിഷ്.